നമസ്കാരം. ഇന്നത്തെ പ്രധാനപ്പെട്ട 10 വാർത്തകളിലേക്ക് ടുഡേയ്സ് ഹൈലൈറ്റ്സ് ആരംഭിക്കാം. സ്വാഗതം. കയ്പമംഗലം 3 പീടികയിലെ മെഡിക്കൽ ഷോപ്പിൽ കള്ളനോട്ട് നൽകി തട്ടിപ്പ് നടത്തിയ ഗ്രാഫിക് ഡിസൈനറെ അറസ്റ്റ് ചെയ്തു. പാവറാട്ട് നവോദയ നഗർ കൊല്ലന്നൂർ വീട്ടിൽ ജസ്റ്റിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. പാടശേഖരം മണ്ണിട്ട് നികത്തിയതിനെ തുടർന്ന് സമീപവാസിയുടെ വീട്ടിൽ വെള്ളം കയറിയതായി പരാതി. പാറക്കടവ് പഞ്ചായത്തിലെ മൂഴിക്കുളം കൃഷിഭവന് സമീപം സ്വകാര്യ വ്യക്തി വാങ്ങിയ പാടശേഖരമാണ് മണ്ണിട്ട് നികത്തി മതിൽ കെട്ടിയത്. ശക്തമായ മഴയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കർഷകന്റെ ഫാമിലെ കോഴികളും താറാവുകളും ചത്തു. മാളക്കോട്ടാറ്റ് പ്രിൻസിന്റെ ഫാമിലെ കോഴികളും താറാവുകളുമാണ് ചത്തത്. ആടുകളെയും മറ്റും മാറ്റിക്കെട്ടിയതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല. തോട്ടിൽ കുളവാഴ കെട്ടിക്കിടക്കുന്നത് മൂലം വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നതായി ആക്ഷേപം. മാളക്കാവനാട് വൈന്തോട്ടിലാണ് കുളവാഴ കെട്ടിക്കിടക്കുന്നത് മൂലം വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നത്. ഇതുമൂലം സമീപത്തെ പറമ്പുകൾ വെള്ളക്കെട്ട് ഭീഷണിയിലാണ്. സംസ്ഥാനത്ത് 5 ദിവസം വ്യാപകമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്നും നാളെയും സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ശക്തമായ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. അതിതീവ്ര മഴ കണക്കിലെടുത്ത് ബുധനാഴ്ച വയനാട് ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. പ്രശസ്ത എഴുത്തുകാരനും അന്തരിച്ച എഴുത്തുകാരി ഹീത ഹിരണ്യന്റെ ഭർത്താവുമായ കെ ഹിരണ്യൻ അന്തരിച്ചു. ഏറെ നാളുകളായി രോഗബാധിതനായിരുന്നു. ഇന്ന് പുലർച്ചെ തൃശൂരിൽ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അകാലത്തിൽ വിട്ടുപിരിഞ്ഞ പ്രശസ്ത പുല്ലാങ്കുഴൽ കലാകാരൻ കുമാർ കലാസദന്റെ കുടുംബത്തെ സഹായിക്കാനായി ശനിയാഴ്ച വൈകിട്ട് 6-ന് ചാലക്കുടി ഫാസ് ഓഡിറ്റോറിയത്തിൽ സ്മൃതി സന്ധ്യ സംഘടിപ്പിക്കുമെന്ന് കുടുംബ സഹായനിധി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കർഷക സംഘം കൊടുങ്ങല്ലൂർ മേഖലാ കൺവെൻഷൻ നടന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. KR ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. കുറ്റിക്കാട് ഫാർമേഴ്സ് സഹകരണ ബാങ്കിലെ അഴിമതിക്കും പൊടുകാര്യസ്ഥതയ്ക്കുമെതിരെ LDFന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മുൻ MLA BD ദേവസി ഉദ്ഘാടനം ചെയ്തു. VM ടെൻസൻ അധ്യക്ഷനായി. മേത്തലപ്പാടം അയ്യപ്പ ഭജന സമിതിയുടെ നേതൃത്വത്തിൽ രാമായണ മാസാചരണത്തിന് തുടക്കമായി. മഹാഗണപതി ഹവനവും രാമായണ പാരായണം, ഔഷധക്കഞ്ഞി വിതരണം, വിശേഷാൽ പൂജ, സമ്പൂർണ്ണ രാമായണ പാരായണം എന്നിവ നടന്നു. ഹൈലൈറ്റ്സ് വാർത്തകളുടെ വിശദമായ റിപ്പോർട്ട് അടുത്ത ന്യൂസ് റൗണ്ടപ്പിൽ കാണാം. ടുഡേയ്സ് ഹൈലൈറ്റ്സ് ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.